എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. അടുത്ത വരാൻ പോകുന്ന ഡിഗ്രി എക്സാംസിനാണെങ്കിലും പ്ലസ് ടു എക്സാംസിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി. കോടതി കൊല്ലം. 24/7 ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് കൊല്ലത്താണ്. അടുത്ത പോയിന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അക്ഷര മ്യൂസിയമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം ഏതാണ്? അക്ഷര മ്യൂസിയം. ഭാഷയിൽ കുറെ അക്ഷരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അക്ഷര മ്യൂസിയം കേട്ടോ. ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം, അക്ഷര മ്യൂസിയം. ഇനി 2024 G20 ഉച്ചകോടിയുടെ വേദി. G20 ഉച്ചകോടിയുടെ വേദി എവിടെയാ? ബ്രസീലിലാണ്. നമുക്കറിയാം റിയോ ഡി ജനീറോയിലാണ് അല്ലെ. അപ്പൊ G20 ഓ പോലെ ആലോചിക്കുക, എന്നിട്ട് റിയോ എന്നുള്ള രീതിയിൽ ഒറിയോ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. റിയോ ഡി ജനീറോ, ബ്രസീലില്. ഓക്കെ. 2024 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലാണ് കേട്ടോ, കസാൻ. ഓക്കെ. 2024 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റഷ്യ. 2024 എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ബ്രിക്സ് ആണ് കേട്ടോ. ബ്രിക്സ് വേദി റഷ്യയാണ്. 2024 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബാക്കു ആണ്, അസർബൈജാൻ. ഓക്കെ. ബാക്കു. കാലാവസ്ഥയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പുറകിലാണ്, ബാക്കിലാണെന്നുള്ള രീതിയിൽ ഓർക്കാം. കാലാവസ്ഥ മഴയൊക്കെ വരുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വയ്ക്കാം. ബാക്കിലാണ് കേട്ടോ. അപ്പൊ 2024 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ബാക്കു ആണ്. 2025 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജിയാണ്. 2025 JCB സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? ഉപമന്യു ചാറ്റർജി. JCB, നമുക്ക് JCB വണ്ടിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. JCB വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപകാരമാണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാലോ. അപ്പോൾ ഉപകാരം എന്നുള്ള രീതിയിൽ ഉപമന്യു ചാറ്റർജി. 2025 JCB സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ഉപമന്യു ചാറ്റർജി. 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായിട്ടുള്ളത് സാമന്ത ഹാർവിയാണ്. സാമന്ത ഹാർവി. ബുക്കൊക്കെ നമ്മളിങ്ങനെ മന്ദം വായിച്ചു തീർത്തു എന്നുള്ള രീതിയിൽ ഓർക്കാം. സാമന്ത ഹാർവി. 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായിട്ടുള്ളത് സാമന്ത ഹാർവി. പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി ആരംഭിക്കുന്ന കൊല്ലം. ഇന്ത്യയിൽ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം. 2024 G20 ഉച്ചകോടിയുടെ വേദി ഓ പോലെ ഓർക്കാം അല്ലെ. അപ്പൊ റിയോ ഡി ജനീറോ, ഒറിയോ എന്ന് ഓർക്കാം, ബ്രസീല്. 2024 16ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ്. 2024 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബാക്കു ആണ്. ഓക്കെ. 2025 JCB സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് ഉപമന്യു ചാറ്റർജി. JCB ഉപകാരമാണെന്ന് ഓർക്കാം, ഉപമന്യു ചാറ്റർജി. 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായിട്ടുള്ളത് സാമന്തയാണ്. ഇനി അടുത്ത് നോക്കാം. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയിട്ടുള്ളത് വിക്ടോറിയ കെജർ ആണ് കേട്ടോ. 2024 മിസ് യൂണിവേഴ്സ് ആണ്. യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജയിച്ചു. യൂണിവേഴ്സിൽ തന്നെ നമ്മൾ ജയിച്ചു, വിക്ടറി കിട്ടിയെന്നൊക്കെ ഓർക്കാം. വിക്ടോറിയ കെജർ ആണ് കേട്ടോ. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയിട്ടുള്ളത് ആരാണ്? വിക്ടോറിയ കെജർ. ക്ഷയരോഗികൾക്ക് പോഷകാഹാര പിന്തുണയ്ക്ക് പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് നിക്ഷയ് പോഷൺ യോജന. ക്ഷയരോഗികൾക്ക് പോഷകാഹാരം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അല്ലെ. അപ്പൊ പോഷകം എന്താ? നിക്ഷയ്. ക്ഷയരോഗം മാറ്റാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഓർക്കാം. നിക്ഷയ് പോഷൺ യോജന. 2024 കലോത്സവ വേദി എവിടെയാണ്? 2024 കലോത്സവ വേദി തിരുവനന്തപുരത്തായിരുന്നു. വിജയികള് തൃശ്ശൂരാണ്. 2024 കേട്ടോ, കലോത്സവ വേദി ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, വിജയിച്ചിട്ടുള്ളത് തൃശ്ശൂരാണ്. 2024 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105ആണ്. 2024 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 105ആണ് കേട്ടോ. 105ആണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഓർക്കാം, വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 5 പേരിലും വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോൾ 0 5 ഓർക്കാം, ഫ്രണ്ടിൽ ഒരു 1 കൂടി ഉണ്ട് കേട്ടോ. 105 ആണ്. ഓക്കെ. അപ്പൊ വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 5 പേരിലും വെച്ച് കഴിക്കാൻ ഒന്നുമില്ലയാണ് നമ്മുടെ 0, പിന്നെ ഒരു 1 കൂടി ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം. 105ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV1 ആണ് കേട്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് ചോദിക്കുകയാണെങ്കിൽ IRTRV1.
ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയ പുതിയ പേര് ഏതാണ്? സ്നേഹാലയം. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയിട്ടുള്ള പുതിയ പേര് സ്നേഹാലയം. ഓക്കെ, സ്നേഹം കൊണ്ടുള്ള ഒരു ആലയം അല്ലെ, വൃദ്ധസദനങ്ങൾക്കാണ്. അപ്പോൾ സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയിട്ടുള്ള പുതിയ പേര് സ്നേഹാലയം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. RBIയുടെ പുതിയ ഗവർണർ ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിറച്ച് പൈസ ഉണ്ടാവും എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ഒരു സഞ്ചിയിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി എന്നൊക്കെ ഓർക്കാം കേട്ടോ. സഞ്ജയ് മൽഹോത്ര, സഞ്ജയ് മൽഹോത്ര. കേരള ഹെമിംഗ്വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. കേരള ഹെമിംഗ്വേ എന്നും പറയുമ്പോൾ ആ ഒരു വേ, ആ ഒരു വഴി MT ആയി എന്ന് ഓർക്കാം അല്ലെ. ഇംഗ്ലീഷിൽ നമ്മൾ MT എന്ന് പറയില്ലേ. അപ്പൊ കേരള ഹെമിംഗ്വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. ആദ്യത്തെ ഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് ഇന്ത്യയിലാണ് കേട്ടോ. ആദ്യത്തെ ഖോ ലോകകപ്പ് മത്സരം നടക്കുന്ന എവിടെയാണ്? ഇന്ത്യയിലാണ്. ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ഇന്ത്യ. 18ാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് D ഗുഗേഷ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. 18ാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് D ഗുഗേഷ് ആണ് കേട്ടോ. ഇനി പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് വിജയികൾ ഇന്ത്യയാണ്. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് വിജയികൾ ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയാണ്. സന്തോഷ് ട്രോഫി 2024 ജേതാക്കളായിട്ടുള്ളത് ആരാ? വെസ്റ്റ് ബംഗാൾ ആണ്. ഓക്കെ, സന്തോഷ് ട്രോഫി 2024 ജേതാക്കളായിട്ടുള്ളത് വെസ്റ്റ് ബംഗാൾ. വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആശാ ശോഭന. വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ആശാ ശോഭന. പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഓക്കെ, ക്ഷയരോഗികൾക്ക് പോഷകാഹാര പിന്തുണയ്ക്ക് പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി നിക്ഷയ് പോഷൺ യോജന. 2024 കലോത്സവ വേദി തിരുവനന്തപുരമാണ്. വിജയികൾ തൃശ്ശൂര്. 2024 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105 കേട്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV1 ആണ്. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ചുള്ള ഹൈക്കോടതി കേരള ഹൈക്കോടതി. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് നൽകിയിട്ടുള്ള പുതിയ പേര് സ്നേഹാലയം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് മൽഹോത്ര. ഓക്കെ, സഞ്ജയ് മൽഹോത്ര. കേരള ഹെമിംഗ്വേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. ആദ്യത്തെ ഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് ഇന്ത്യയിലാണ്. ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായിട്ടുള്ളത് ഇന്ത്യ. 18ാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയിട്ടുള്ളത് D ഗുഗേഷ് ആണ് കേട്ടോ. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് വിജയികള് ഇന്ത്യയാണ്. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് വിജയികൾ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ. സന്തോഷ് ട്രോഫി 2024 ജേതാക്കളായിട്ടുള്ളത് വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ. വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആരാണ്? ആശാ ശോഭന. ഓക്കെ, വനിതാ ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളിയാണ്. അപ്പൊ ഒരു ആശ ഉണ്ടാവും എങ്ങനെയെങ്കിലൊക്കെ വിക്കറ്റ് നേടാൻ അല്ലെ. ആശാ ശോഭന. ഇനി അടുത്ത പോയിന്റ് നോക്കാം. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും പുറമേയുള്ളതും ചൂടേറിയതുമായിട്ടുള്ള പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പ്രോബ 3 ആണ്. നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് കേട്ടോ. പ്രോബ 3 ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അത് പഠിച്ചേക്കുക. ഓക്കെ, സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും പുറമേയുള്ളതും ചൂടേറിയതുമായിട്ടുള്ള പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം ചോദിക്കുകയാണെങ്കിൽ പ്രോബ 3 ആണ്. ഭൂഗർഭജല വിനിയോഗത്തിന് സമഗ്ര വിവരങ്ങൾക്കായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള പോർട്ടലാണ് ഭൂനീർ. ഓക്കെ, ഭൂഗർഭജലമല്ലേ, അപ്പൊ ഭൂ വെച്ചിട്ട് തന്നെ നീറാണ് കേട്ടോ. ഭൂനീർ. 2024 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചിട്ടുള്ളത്? 155ാമത്തെ ജന്മവാർഷികമാണ് 2024 ആചരിച്ചിട്ടുള്ളത്. 155ാമത്തെ ജന്മവാർഷികം കേട്ടോ. ഇനി KSFEയുടെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ 55. അപ്പൊ 2024 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചിട്ടുള്ളത്? 155. KSFEയുടെ എത്രാമത്തെ വാർഷികമാണ് 2024 ആചരിച്ചിട്ടുള്ളത്? 55. 2024 ലോകാരോഗ്യ ദിനപ്രമേയം എന്താ? എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഓക്കെ, 2024 ലോകാരോഗ്യ ദിനപ്രമേയം ലോകാരോഗ്യം അല്ലെ. അപ്പോ 2024 എന്താ? എന്റെ ആരോഗ്യം എന്റെ അവകാശം.
4ല് 4 വേർഡ്സ് ഉണ്ട് കേട്ടോ. എന്റെ ആരോഗ്യം, എന്റെ അവകാശം. 2023 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആരോഗ്യം. ഓക്കെ, 2023 പ്രമേയം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. ഇനി ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. 2023ഉം 2024 നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ ആദ്യം 2023 പഠിക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാന്ന് ഓർക്കാം. അപ്പൊ 2023 എല്ലാവർക്കും ആരോഗ്യം, 2024 എന്റെ ആരോഗ്യം, എന്റെ അവകാശം. 2024 ജൂണിൽ GI ടാഗ് ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വനോൽപ്പന്നം ചോദിക്കുകയാണെങ്കിൽ നിലമ്പൂർ തേക്കാണ്. നിലമ്പൂർ തേക്കാണ് 2024 ജൂണിൽ GI ടാഗ് ലഭിച്ചിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വനോൽപ്പന്നം. 2024 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും മലിനമായിട്ടുള്ള നദി ചോദിക്കുകയാണെങ്കിൽ കല്ലായിപ്പുഴയാണ്. കല്ലായിപ്പുഴയാണ് ഏറ്റവും മലിനമായിട്ടുള്ള നദി. അതിൽ നിറച്ച് കല്ലായിരുന്നു എന്നൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. കല്ലായിപ്പുഴ, കോഴിക്കോട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചുള്ള കായിക ഇനം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യോഗയാണ് കേട്ടോ. 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള കായിക ഇനം ചോദിക്കുകയാണെങ്കിൽ യോഗ. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായിട്ട് 2024 ഒക്ടോബർ 1 നിയമിതനായിട്ടുള്ള നെതർലാൻഡ്സിന്റെ മുൻ പ്രധാനമന്ത്രി ആരാണ്? മാർക്ക് റൂട്ടെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? മാർക്ക് റൂട്ടെ കേട്ടോ. മാർക്ക് റൂട്ടെ. ഇനി 2024 രാജ്യാന്തര ഹ്രസ്വചിത്ര ഡോക്യുമെന്ററി മേളയിൽ മികച്ച ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വസുദൈവ കുടുംബകം. 2024 രാജ്യാന്തര ഹ്രസ്വചിത്ര ഡോക്യുമെന്ററി മേളയിൽ മികച്ച ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വസുദൈവ കുടുംബകം കേട്ടോ. മൂങ്ങ എന്ന കഥാസമാഹാരത്തിന് രചയിതാവ് മൂങ്ങ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ PF മാത്യൂസ് ആണ്. PF മാത്യൂസ്. മൂങ്ങ മാത്യൂസ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ PF ഒക്കെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളിങ്ങനെ മൂളുന്ന പോലെ ഇങ്ങനെ എല്ലാത്തിനും യെസ് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഓർക്കാം കേട്ടോ. മൂങ്ങ എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് PF മാത്യൂസ് ആണ്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥ ഏതാ? വിറ്റ്നസ് ആണ്. സാക്ഷിയായി എന്ന് പറയുമ്പോൾ വിറ്റ്നസ് ആയി അല്ലെ. സാക്ഷി മാലിക്കിന്റെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ അത് വിറ്റ്നസ് ആണ്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ബീഹാറിലാണ് കേട്ടോ. ബീഹാർ. ഭീകരമായിട്ടുള്ള തടവ് ശിക്ഷ തന്നെ കിട്ടിയെന്ന് ഓർക്കാം അല്ലെ. ബീഹാർ. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുള്ളത് ബീഹാറിലാണ് കേട്ടോ. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആക്കാൻ ഒരുങ്ങുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് കേട്ടോ. കാർബൺ നെഗറ്റീവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ആക്കാൻ ഒരുങ്ങുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിലെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പോർട്ടൽ എന്റെ ഭൂമി. റവന്യൂ അല്ലേ. അപ്പൊ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിലെ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പോർട്ടൽ ചോദിക്കുകയാണെങ്കിൽ എന്റെ ഭൂമിയാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ജിസാറ്റ് 20. ഓക്കെ, ജിസാറ്റ് 20 ആണ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ജിസാറ്റ് 20 ആണ്. നമുക്ക് 2024 ഭാരത് രത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാന്ന് നോക്കാം, പഠിക്കണം. MS സ്വാമിനാഥന് കിട്ടിയിട്ടുണ്ട്. ചരൺ സിംഗ്, PV നരസിംഹറാവു, കൽപൂരി ഠാക്കൂർ, അതുപോലെ തന്നെ LK അദ്വാനിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. വീട്ടിലൊരു നാഥൻ കുറെ അധ്വാനിച്ചിട്ട് ചരളൊക്കെ മാറ്റി അതേപോലെ തന്നെ കല്ലൊക്കെ മാറ്റി രത്നം കിട്ടിയെന്ന് ഓർക്കാം കേട്ടോ. രത്നം കിട്ടി, മുടിയൊക്കെ നരച്ച് കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അത് കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കും. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഭാരതരത്നയായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. MS സ്വാമിനാഥൻ. പിന്നെ നാഥൻ എന്ത് ചെയ്തു? അധ്വാനിച്ച LK അദ്വാനി, ചരള് മാറ്റി അതേപോലെ തന്നെ കല്ലൊക്കെ മാറ്റി ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, അതുപോലെ തന്നെ PV നരസിംഹറാവു. മുടിയൊക്കെ നരച്ചു പോയിട്ടോ. അപ്പൊ PV നരസിംഹറാവു രത്നവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്ത് നോക്കാം. മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന വയർലെസ് സംവിധാനമാണ് ന്യൂറാലിങ്ക് കേട്ടോ. മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ഉള്ള വയർലെസ് സംവിധാനം ചോദിക്കുകയാണെങ്കിൽ ന്യൂറാലിങ്ക്. നമ്മുടെ ന്യൂറോൺസ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ന്യൂറ ലിങ്ക് ചെയ്യാട്ടോ. ലിങ്ക്. ഇന്ത്യയിൽ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത ഏതാ? കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദി. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്ത, ഹൂഗ്ലി നദി. MS സ്വാമിനാഥന്റെ മുഴുവൻ പേര് മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥനാണ് കേട്ടോ. MS സ്വാമിനാഥന്റെ മുഴുവൻ പേര് ചോദിക്കുകയാണെങ്കിൽ മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. പഠിച്ചു വെച്ചേക്കാം കേട്ടോ.
അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ. നമ്മൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫസ്റ്റ് പാർട്ടും കൂടെ കാണുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷും മലയാളം കൂടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ആണ്. പ്രൈസ് വരുന്നത് 999 rupees ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.